യുദ്ധത്തിൻ്റെ ഇടയിലാണ് ശരിക്കുള്ള സ്വാതന്ത്ര്യം, കൊല്ലാനുള്ള സ്വാതന്ത്ര്യം. കുടുംബത്തിനെതിരെ ആര് നിന്നാലും തീർത്തേക്കണം. അത് പുറത്തുനിന്നാണെങ്കിലും കുടുംബത്തിനാണെങ്കിലും. तुम्हें पता है मार्को कौन है? कोई है जिसे तूने दुश्मनी नहीं की? तुम्हें यकीन है? മേപ്പടിയാനേക്കാളും മാളികപ്പുറത്തിനേക്കാളും വലിയൊരു വിജയമാണ് ഈ പറഞ്ഞ മാർക്കോ എന്ന സിനിമയിലൂടെ ഉണ്ണി നേടിയിരിക്കുന്നത്. ഇങ്ങനെ രാജു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ വയലൻസിനും ആക്ഷനും ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്ത ഒരു സിനിമയാണ് മാർക്കോ. ഇനിയും ഒരുപാട് അത്തരം സിനിമകൾ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് പ്രതീക്ഷ. അതും 30 കോടി ബഡ്ജറ്റിൽ ഇത്ര ഒരു റിസ്ക്, ഇത്രയും വയലൻസ് ഉള്ള ഒരു സിനിമ ഡെഫിനറ്റ്ലി അതൊരു ഐഡൻറ്റിറ്റി തന്നെയാണ്. കാരണം KGF-ഉം ബാഹുബലിയും സ്ട്രക്ചർ ചെയ്ത പോലെ കേരളത്തിൽ നിന്ന് ഇനി ഇങ്ങനെയുള്ള സ്ട്രക്ചേഴ്സ് വരും എന്നുള്ള എക്സ്പെക്റ്റേഷന് ഭയങ്കരമായിട്ടൊരു, അവർ പറയുന്ന ഇന്ത്യയിൽ തന്നെ ഇറ്റ്സ് ലൈക്ക് ഇതുപോലൊരു സംഭവം വന്നിട്ടില്ല. രണ്ട് വലിയ പരാജയങ്ങൾ ചെയ്തിട്ടും ഒരു സിനിമയുടെ വില്ലൻ ക്യാരക്ടറിൻ്റെ കേന്ദ്ര കഥാപാത്രമാക്കിയിട്ടൊരു സിനിമ ചെയ്യുമ്പോൾ അത് ഇത്രയും വലിയൊരു ഫണ്ട് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അയാൾ കാണിച്ചൊരു മനസ്സുണ്ടല്ലോ. ഞാൻ ഒറ്റയ്ക്ക് വന്നവനാട എന്ന ഡയലോഗ് തീർച്ചയായിട്ടും അർഹതപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഉണ്ണി മുകുന്ദൻ. ഹലോ വ്യൂവേഴ്സ്, നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് മലയാള സിനിമയുടെ അഭിമാനമായി ഇന്ത്യൻ സിനിമാ ലോകത്ത് ചർച്ചയാകുന്ന മാർക്കോ എന്ന സിനിമയെ പറ്റിയാണ്. ദ മോസ്റ്റ് വയലൻറ്റ് ഫിലിം ഇൻ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി എന്ന ഖ്യാതി ഈ സിനിമ ഇതിനോടകം നേടിക്കഴിഞ്ഞു. ഒരു അപ്രതീക്ഷിത വിജയം എന്നാണ് ഈ സിനിമയെ പറ്റി എനിക്ക് ആദ്യം തോന്നിയിട്ടുള്ളത്. ഇതിൻ്റെ ട്രെയിലർ വരുമ്പോഴോ അല്ലെങ്കിൽ ഇതിൻ്റെ ഫസ്റ്റ് സോങ് വരുമ്പോഴോ ഒരു പാൻ ഇന്ത്യൻ സക്സസ് ആകുമെന്ന് ആരും തന്നെ പ്രതീക്ഷിച്ച് കാണുന്നില്ല. പ്രത്യേകിച്ച് ഈ സിനിമയുടെ ഡയറക്ടറോ പ്രൊഡ്യൂസറോ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ഇന്ന് മലയാള സിനിമയുടെ അഭിമാനമായി ഈ സിനിമ മാറിയിരിക്കുകയാണ്. എന്താവാം അതിനുള്ള കാരണം? എന്തായിരിക്കാം ചേട്ടൻ്റെ മനസ്സിൽ തോന്നിയിട്ടുണ്ടാവുക കാര്യം? ശരിക്കും ഉണ്ണി മുകുന്ദൻ വർഷങ്ങളായിട്ട് ആഗ്രഹിച്ചത് തന്നെയായിരുന്നു ഒരു ഇൻഡിവിജ്വൽ ഹിറ്റ്. അപ്പോൾ ഇതിനു മുന്നേ മാളികപ്പുറവും മേപ്പടിയാനൊക്കെ ഹിറ്റ് വന്നു എങ്കിലും അതൊരു സമാജം സ്റ്റാർ എന്ന രീതിയിലാണ് ഉണ്ണി മുകുന്ദൻ്റെ പ്രേക്ഷകരെ വിലയിരുത്തിയത്. നമുക്ക് ഉണ്ണി മുകുന്ദൻ്റെ രാഷ്ട്രീയത്തിനെ കുറിച്ചൊന്നും സംസാരിക്കേണ്ട കാര്യമില്ല. ശരിക്കും എല്ലാവരുടെ ഉള്ളിൽ അവരുടേതായ രാഷ്ട്രീയമുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ ഒരിക്കലും അയാളെ കളിയാക്കേണ്ട കാര്യമില്ല. ശരിക്കും ഉണ്ണി മുകുന്ദൻ വിചാരിച്ചതുപോലെ മേപ്പടിയാനേക്കാളും മാളികപ്പുറത്തിനേക്കാളും വലിയൊരു വിജയമാണ് ഈ പറഞ്ഞ മാർക്കോ എന്ന സിനിമയിലൂടെ ഉണ്ണി നേടിയിരിക്കുന്നത്. ഉണ്ണി മുകുന്ദൻ എനിക്ക് തോന്നുന്നത് ഇതിനേക്കാളും വലിയ മുകളിലേക്ക് പോകാനുള്ള ഒരു സ്റ്റാറായിട്ട് മാറാനാണ് സാധ്യത എന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഇത്രയും നന്നായിട്ട് ഫൈറ്റ് ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾ വളരെ കുറവാണെന്ന് തോന്നുന്നു അല്ലേ? തീർച്ചയായിട്ടും. പൃഥ്വിരാജ് ഇതിന് മുന്നേ നമ്മൾ ഒരുപാട് ഫൈറ്റ് സിനിമ ഒരു യങ് സ്റ്റാറിൽ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് പൃഥ്വിരാജിലാണെന്ന് തോന്നുന്നു. ഇപ്പോൾ പൃഥ്വിരാജ് സത്യം പറഞ്ഞാൽ വേറെ ഈ പറഞ്ഞ പാൻ ഇന്ത്യൻ ലെവലിലോട്ട് വേറെ ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്തു പോകുന്നു. ഇങ്ങനെ രാജു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ വയലൻസിനും ആക്ഷനും ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്ത ഒരു സിനിമയാണ് മാർക്കോ. ഇനിയും ഒരുപാട് അത്തരം സിനിമകൾ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് പ്രതീക്ഷ. അതെ, പുള്ളിക്കാരന് ഏറ്റവും കംഫർട്ട് ഉണ്ടായിരുന്ന ഫൈറ്റ് ആയിരുന്നു. പക്ഷേ ഒരു 7 വർഷത്തെ ഈ സ്റ്റൈൽ എന്ന സിനിമയ്ക്ക് ശേഷം പുള്ളിക്കാരനൊരു ത്രൂ ഔട്ട് ഫൈറ്റ് സിനിമ ചെയ്യുന്നത് ഈ മാർക്കോ എന്ന സിനിമയിലാണ്. ആ 7 വർഷത്തെ ഗ്യാപ്പ് ശരിക്കും വർത്തായെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും. ശരിക്കും മലയാളത്തിൽ നിന്നൊരു പാൻ ഇന്ത്യൻ മൂവി ഇതുവരെ വന്നിട്ടില്ല എന്ന് തന്നെ പറയാം. ഇപ്പോൾ നമ്മളെക്കാൾ ചെറിയ ഇൻഡസ്ട്രി ആയിരുന്നു കന്നഡ. അവിടെ നിന്ന് KGF വന്നു, തമിഴിൽ നിന്ന് വിക്രമുണ്ട്, പിന്നെ തെലുങ്കിൽ നിന്നാണ് ബാഹുബലി അടക്കം ആ ട്രെൻഡ് തന്നെ തുടങ്ങുന്നത്. ശരിക്കും മലയാളത്തിൽ നിന്നൊരു പാൻ ഇന്ത്യൻ മൂവിയായിട്ട് ഇപ്പോൾ മാർക്കോ മാറുകയാണ്. സാറിന് എന്താണ് അതിനെപ്പറ്റി തോന്നിയ കാര്യം? ബേസിക്കലി ഞാൻ ഒരു മോസ്റ്റ്ലി എല്ലാ മൂവീസും കാണാറുണ്ട് ഇങ്ങനെ പാൻ ഇന്ത്യ ആയിട്ട് വരുന്നത്. ഇപ്പോൾ KGF ആയാലും ബാഹുബലി. അപ്പം ഞാൻ നോർത്തിലുണ്ടായിരുന്ന സമയത്ത്, ബാഹുബലി വന്ന സമയത്ത് ഇറ്റ് വാസ് ലൈക്ക് അൺഎക്സ്പെക്റ്റഡ്. ഇങ്ങനൊരു ഹിറ്റ് സൗത്തിൽ നിന്ന് വന്ന് നോർത്ത് ഇന്ത്യൻസ് അക്സെപ്റ്റ് ചെയ്യുന്നൊരു സമയം. സോ ബീങ് എ മലയാളി, ഞാൻ ആ സമയത്ത് ഒരുപാട് ലൈക്ക് ദുൽഖറിൻ്റെയും ഒരുപാട് സിനിമ ഇറങ്ങാറുണ്ടായിരുന്നു. ഇറ്റ് വാസ് മേക്ഡ് ആയിട്ടുള്ള സിനിമകൾ ഒരുപാട് ഇറങ്ങാറുണ്ട്. അപ്പോഴെല്ലാം ഞാൻ ആദ്യം പോയി നോക്കുന്നത് അവിടുത്തെ നോർത്ത് ഇന്ത്യൻസിൻ്റെ റിവ്യൂസ് നോക്കാറുണ്ട്. സോ വി ആർ ലൈക്ക് കുഴപ്പമില്ല, റിവ്യൂസൊക്കെ ഓക്കെയാണ്. പക്ഷെ അവരൊരു ലെവലിൽ എത്തുന്നില്ല. ഏത് KGF-ഉം ബാഹുബലി എന്നുള്ള മൂവീസിൻ്റെ ഒന്നും ഒരു ലെവലിലുള്ള റിവ്യൂസിൽ ഒരു വാ ഫാക്ടേഴ്സോടെ വന്നിട്ടില്ലായിരുന്നു. നമ്മുടെ മഞ്ഞുമൽ ബോയ്സ് വന്നെങ്കിലും ഇങ്ങനൊരു അതെ, അത് നോർത്ത് ഇന്ത്യൻസിൽ അങ്ങനെ അറിയുന്നില്ലല്ലോ. ഇറ്റ്സ് ലൈക്ക് സൗത്തിൽ ഹിറ്റായി പോയി. പക്ഷേ നോർത്ത് ഓഡിയൻസിന് അതങ്ങോട്ട് അവരെ ലെവലിലോട്ട് ഓഫ് എക്സ്പെക്ടേഷൻസിൽ വരുന്നില്ലായിരുന്നു. ഫൈറ്റ് ഒന്നും ഉണ്ടായിരുന്ന സിനിമയായിരുന്നു. റൈറ്റ്. അപ്പം ഈ മാർക്കോ ഇപ്പോൾ റിലീസായതിനു ശേഷം വാട്ട് ഈസ് ലൈക്ക് അൺഎക്സ്പെക്റ്റഡ് ആയ സർപ്രൈസ് എന്ന് പറയുന്നത്, ഞാനിപ്പോൾ എല്ലാ റിവ്യൂസും വാച്ച് ചെയ്യാറുണ്ട്. ഇപ്പോൾ സൗത്തിലെ മാത്രമല്ല, ഇപ്പോൾ നോർത്ത് ആയാലും നോർത്ത് റിവ്യൂവിൽ പബ്ലിക്സ് പറയുന്നൊരു സംഭവമുണ്ട്. അതായത് ആനിമൽസ്
പുഷ്പ, യെസ്, KGF ഇതൊക്കെയായിരുന്നു അവരെ വയലൻസ് ആയിട്ടുള്ള മൂവി. അതെ അതെ അതെ. പക്ഷെ അതിനപ്പുറം ഒരു സംഭവം എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് നമുക്ക് തന്നെ ഭയങ്കര രോമാഞ്ചമായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു ഇതാണ്. മലയാളി എന്ന രീതിയിൽ അതെ അതെ എക്സാക്ട്ലി. കാരണം അവർ പറയുന്ന ഇന്ത്യയിൽ തന്നെ ഇറ്റ്സ് ലൈക്ക് ഇതുപോലൊരു സംഭവം വന്നിട്ടില്ല. मूवी नहीं देखी जिसमें ये सब सीन है, डर लग जाएगा ऐसा. बॉलीवुड में तो मैंने देखा ही नहीं अभी तक. पार्ट 2 जल्द आना चाहिए. पार्ट 2 के लिए वेट करेंगे. एनिमल्स से भी ब्रूटल है. 100 വയലൻസിൽ ഇങ്ങനെ ഒരു സംഭവം ഇന്ത്യയിൽ തന്നെ വന്നിട്ടില്ല. അത് നമ്മളെ മലയാളീസിന് പോലും മീൻസ് അവരും പറയുന്നുണ്ട്. പക്ഷെ അത് വേറൊരു സ്റ്റേറ്റിൽ നിന്ന് അങ്ങനെ നോർത്തിൽ നിന്നൊക്കെ അങ്ങനെ പറയുന്നു. കാരണം അവർ ഒരുപാട് മൂവീസ് കാണുന്ന ആൾക്കാരാണ്, ഇംഗ്ലീഷിലായാലും ഹിന്ദിയിലായാലും. അപ്പോൾ അനിമൽസ് ഒക്കെ കണ്ടുവരും. സത്യം പറഞ്ഞാൽ 2-3 ദിവസം മുമ്പ് ഞാൻ അനിമൽസ് പിന്നും കാണുന്നത്. അതിനുശേഷമാണ് ഈ മാർക്കോയുടെ റിവ്യൂ വരുന്നത്. അപ്പോൾ ഐ വാസ് ജസ്റ്റ് സർപ്രൈസ്. കാരണം അത് വലിയൊരു വയലൻസ് മൂവിയാണ് ഹിന്ദിക്കാർക്ക്. അപ്പം ഇറ്റ് ഈസ് ടോട്ടലി ലൈക്ക് നമുക്ക് അപമാനിക്കാനും പറ്റുന്ന ഒരു വലിയൊരു ഇതാണ്. കാരണം ഇതുപോലൊരു സിനിമ, കാരണം മലയാളത്തിൽ നിന്ന് ഇങ്ങനൊരു സംഭവം വരുന്നു എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ്. ലൈക്ക് എല്ലാവരും ചെയ്യുന്നുണ്ട്. അപ്പം മലയാള സിനിമയിൽ നിന്ന്, മലയാളം എന്ന് പറഞ്ഞാൽ അവർ സ്റ്റോറി ആയിട്ടുള്ളൊരു സംഭവമാണ്, കണ്ടന്റ് ആയിട്ടാണ് ബാക്കിയുള്ള ഇൻഡസ്ട്രീസ് നോക്കുന്നത്. കാരണം ഒരുപാട് അവാർഡ് മേടിക്കുന്ന സിനിമകൾ. ഇങ്ങനൊരു സംഭവം പെട്ടെന്ന് വന്നപ്പോൾ ഡെഫിനറ്റ്ലി അതൊരു ഐഡൻറ്റിറ്റി തന്നെയാണ്. കാരണം KGF-ഉം ബാഹുബലിയും സ്ട്രക്ചർ ചെയ്ത പോലെ കേരളത്തിൽ നിന്ന് ഇനി ഇങ്ങനെയുള്ള സ്ട്രക്ചേഴ്സ് വരും എന്നുള്ള എക്സ്പെക്റ്റേഷന് ഭയങ്കരമായിട്ടൊരു 2024 നമുക്ക് എൻഡ് ചെയ്യുന്നെങ്കിലും അടുത്തൊരു വർഷം ഒരുപാട് ഇതുപോലുള്ള മൂവീസ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമായിട്ട് മാറ്റി. ഇപ്പോൾ സാറ് ബഡ്ജറ്റിൻ്റെ കാര്യം പറഞ്ഞു. ഇപ്പോൾ ഈ ആനിമൽ പോലുള്ള സിനിമകൾക്ക് കോടികളാണ് ബഡ്ജറ്റ് വരുന്നത്. അത് 3 ഫിഗർ കടന്നു പോകുന്ന കോടികളാണ് അവർക്ക് ബഡ്ജറ്റ് വരുന്നത്. പക്ഷെ നമ്മുടെ ഇൻഡസ്ട്രിയിലോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് എപ്പോഴും 2 ഫിഗറാണ്. ഇപ്പോൾ മാർക്കോയുടെ കാര്യം പറയാം. 30 കോടി ബഡ്ജറ്റിലാണ് ഈ സിനിമ ഇപ്പോൾ ഒരുങ്ങിയിരിക്കുന്നത്. പക്ഷേ ഈ സിനിമയുടെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അൺബിലീവബിൾ ആയിട്ടുള്ള കളക്ഷനാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ സാറ് പറഞ്ഞ നോർത്ത് ഇന്ത്യയിൽ ഉണ്ടാകുന്നത്. ശരിക്കും മലയാള സിനിമയിലേക്ക് ആൾക്കാർ നോക്കുന്നുണ്ടെങ്കിലും അവിടുത്തെ ജനറൽ ഓഡിയൻസ് ശ്രദ്ധിക്കുന്നത് വളരെ കുറവാണ്. ഫിലിം മേക്കർ ശ്രദ്ധിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ അവിടുത്തെ കണ്ടന്റ് റൈറ്റർ ശ്രദ്ധിക്കുന്നുണ്ടാവാം. നോർമൽ അവിടുത്തെ സർവ്വസാധാരണമായ ഓഡിയൻസ് ഒരു മലയാള സിനിമ ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ അത് ശരിക്കും നടക്കാത്തൊരു കാര്യം എന്നായിരുന്നു ഇന്നലെ വരെ. പക്ഷെ മാർക്കോ ഇന്ന് അതെല്ലാം തിരുത്തി കുറിക്കുകയാണ്. അതെ, കാരണം ഞാൻ ഈ ഇടയ്ക്കൊരു അതിൻ്റെ ഇവാലുവേഷൻ സ്ട്രാറ്റജി നോക്കിയപ്പം ഓൾമോസ്റ്റ് ലൈക്ക് 88 CR വരെ വന്നിട്ടുണ്ട് 10 ദിവസത്തിനകത്ത് വെച്ചിട്ട്. അതൊക്കെ ഒരു എനിക്ക് തോന്നുന്നത് നോർത്ത് ഇന്ത്യൻ പ്രേക്ഷകരെ ഒരു വലിയൊരു അക്സെപ്റ്റൻസ് അതിനകത്ത് ഉള്ളതുകൊണ്ടാണ് പെട്ടെന്ന്. ഇനി ലൈക്ക് അടുത്തൊരു 10 ദിവസം നോക്കുമ്പോൾ എക്സാക്ട് നമുക്കൊരു ഫിഗർ കിട്ടും. കാരണം ഇനി അത് തമിഴിലും തെലുങ്കുലും എല്ലാം ഡബ് ചെയ്ത് വരുന്നുണ്ട് മൂവി. അപ്പോൾ അത് റീ റിലീസ് ചെയ്യുന്ന സ്ഥിതിക്ക് അപ്പോൾ അതിനെക്കാട്ടി വേറൊരു ഇതെന്ന് പറഞ്ഞാൽ നോർത്ത് ഇന്ത്യയിൽ ബേബി അവിടുത്തെ തിയേറ്റേഴ്സിൽ അവിടെ ലോക്കലി ഉള്ള മൂവീസ് ലൈക്ക് ഹിന്ദി മൂവീസ് കട്ട് ഓൺ ചെയ്തിട്ട് ഇപ്പോൾ മാർക്കോക്ക് റീപ്ലേസ് ചെയ്യുന്ന സംഭവം തുടങ്ങി. അപ്പോൾ അതിൽ തന്നെ കാരണം റിവ്യൂവിലാണ് ഏറ്റവും ഒരു മൂവി എന്ന് പറയുന്നത് എപ്പോഴും റിവ്യൂവിലാണ്. അപ്പോൾ ലോക്കലി ഉള്ള റിവ്യൂ അതുപോലെ തന്നെ അവർ ഒരു ആഘോഷം പോലെ വരവേൽപ്പ് ചെയ്യുന്നൊരു സംഭവമായിട്ട് മാർക്കും. ശരിക്കും ഉണ്ണി മുകുന്ദൻ എന്ന ഫൈറ്ററുടെ കൂടെ ഒരു ലൈഫ് നമുക്ക് ഇതിനകത്ത് പറയേണ്ടി വരും. കാരണം ഇടയ്ക്ക് നമ്മൾ കണ്ടൊരു റീലായിരുന്നു. അദ്ദേഹം ജോലി ചെയ്യുന്ന സമയത്ത് ഫ്രണ്ട്സിൻ്റെ കൂടെയുള്ള സമയത്ത് ആ ബിൽഡിങ്ങിൻ്റെ മുകളിൽ ചാടി ആത്മഹത്യ ചെയ്താലോ എന്ന് വരെ അദ്ദേഹം ലൈഫിൽ ഒരിക്കൽ ആലോചിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരാളാണ് ഇതിപ്പോൾ ഇന്ത്യൻ സിനിമയുടെ മലയാളി സിനിമ ഇൻഡസ്ട്രിയുടെ ഫ്രെയിമായിട്ട് നിൽക്കുന്നത്. എന്താണ് അതിനെപ്പറ്റി തോന്നിയിട്ടുള്ളത്? അപ്പോൾ എനിക്കറിയാവുന്നൊരു മാറ്റർ, ഞാൻ വായിച്ചിട്ടുള്ളൊരു മാറ്ററാണ്. പുള്ളി പണ്ട് ഗുജറാത്തിലായിരുന്നു പുള്ളിയുടെ പഠനവും കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ പഠനം അത് കഴിഞ്ഞ് ഒന്ന് ചെറിയ സംഭവങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് വൈശാഖിൻ്റെ മല്ലു സിംഗ് എന്ന് പറഞ്ഞ പടം റിലീസാവുന്നത്. ആ പടം റിലീസായി പുള്ളി ഡബ് ചെയ്തിട്ടും ഡയറക്ടറിന് ഒരു കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ട് വേറൊരാളാണ് ഡബ് ചെയ്തത്. അപ്പോൾ നടൻ മിഥുൻ എന്ന് പറഞ്ഞ പുള്ളിയാണ് ഡബ് ചെയ്തത്. അപ്പോൾ പുള്ളിക്ക് ആ ശബ്ദം നമ്മുടെ ഉണ്ണിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഉണ്ണി ഈ റിലീസിങ് ദിവസം പുള്ളി വേറൊരിടത്ത് മാറിയിരിക്കുകയും ഇതിനെക്കുറിച്ചൊന്നും ഈ സിനിമ പുള്ളിക്ക് ഒരു ഗുണം ചെയ്യില്ല എന്ന് കരുതി മാറിയിരിക്കുകയായിരുന്നു. അപ്പോൾ നാട്ടിൽ നിന്ന് ഒരുപാട് പേര് വിളിച്ചിട്ടാണ് പറയുന്നത് നിൻ്റെ സിനിമ ഇവിടെ ഹിറ്റായി എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പറയുമ്പോഴും ഉണ്ണിക്ക് അതിനെക്കുറിച്ച് ഒരു ധാരണയില്ലായിരുന്നു. അപ്പോൾ ധാരണയില്ല, പുള്ളിക്കൊരു കോൺഫിഡൻസ് ഇല്ല. ഞാൻ അത്രയ്ക്കും അഭിനയിച്ചിട്ടുണ്ട് എങ്കിലും എൻ്റെ ശബ്ദം വേറൊരാൾ കൊണ്ടുപോയപ്പോഴത്തേക്ക് പുള്ളിക്ക് അതിനോട് ഒരു കോൺഫിഡൻസും ഇല്ലായിരുന്നു. ശരിക്കും അത് തന്നെയാണ്. അപ്പോൾ ഒരു നടൻ എപ്പോഴും അയാളുടെ ശബ്ദത്തിലൂടെ അഭിനയിച്ചാൽ മാത്രമേ ഒരു പൂർണ്ണത കിട്ടുകയുള്ളൂ. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് പുള്ളി പണ്ടേ മനസ്സിലാക്കിയതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് അതാണ്. പുള്ളി ആദ്യകാലം മുതലേ പുള്ളിയുടെ ഒരു എന്താ പറയുക, ഒരു ഇൻഡിവിജ്വൽ ഹിറ്റിന് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നൊരു നടനാണ്. ശരിക്കും ആ സമയം ഈ കുറച്ച് ഇപ്പോൾ 2023 മാളികപ്പുറം മുതൽ അല്ലെങ്കിൽ മേപ്പടയാൻ മുതൽ പുള്ളിയുടെ ഒരു സമയം തന്നെയാണ്. അപ്പോൾ ഈ മാർക്കോയിലൂടെ
അത് തുടങ്ങി വെച്ചോ അല്ലെങ്കിൽ തുടർന്നുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതെ, പുള്ളിക്കാരൻ ഈ മേപ്പടിയൻ സിനിമ ചെയ്യാനായിട്ട് പുള്ളിയുടെ ഫസ്റ്റ് പ്രൊഡക്ഷൻ ചെയ്യുന്ന സിനിമയായിരുന്നു മേപ്പടിയ. സ്വന്തം വീടും സ്ഥലവും അടക്കം പ്ലജ് ചെയ്തിട്ടാണ് ആ സിനിമ ചെയ്തിരുന്നതെന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുള്ളി ഏതൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു, ഇൻ കേസ് ആ പടം പരാജയമായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ സിനിമ തന്നെ വിട്ടേനെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു സൂപ്പർ സ്റ്റാറിനെ നഷ്ടപ്പെടാതിരിക്കാൻ ആ സിനിമയും മലയാള പ്രേക്ഷകരും ആ സിനിമ കണ്ട് വിജയിപ്പിച്ചു എന്നുള്ളതാണ്. നമ്മളിത് എടുത്ത് പറയുന്നത് ഇതിൻ്റെ സംവിധായകനെ പറ്റിയാണ്, ഹനീഫ് അദാനി. പുള്ളിക്കാരൻ്റെ എൻട്രി എന്ന് പറഞ്ഞാൽ മമ്മൂക്കയെ വെച്ച് ഡയറക്റ്റ് ചെയ്ത ഗ്രേറ്റ് ഫാദർ ആയിരുന്നു. അതൊരു സൂപ്പർ ഹിറ്റ് സിനിമയായിരുന്നു. അതിനുശേഷം പുള്ളി എബ്രാഹിമിൻ്റെ സന്തതികൾ എഴുതുകയും പിന്നീട് നിവിൻ പോളിയെ വെച്ച് മിഖായൽ എന്നൊരു സിനിമ ചെയ്തു. അതിനകത്താണ് ഈ മാർക്കോ എന്ന കഥാപാത്രത്തിൻ്റെ വില്ലനായിരുന്നു ആക്ച്വലി ആ സിനിമയ്ക്കകത്ത്. പക്ഷെ അതൊരു പരാജയ ചിത്രമാവുകയും എന്നാൽ അതിൽ മാർക്കോയുടെ പോർഷൻസ് മാത്രം, ഉണ്ണിമൂന്നൻ്റെ പെർഫോമൻസ് മാത്രം സ്റ്റാൻഡ് അലോണായിട്ട് നിൽക്കുകയും ചെയ്തു. അത്ര ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. പിന്നെയും ഹനീഫ് അദാൻ ഡയറക്റ്റ് ചെയ്ത പടം നിവിൻ പോളിയെ വെച്ച് ബോസ് ആൻഡ് കമ്പനി ആയിരുന്നു. അപ്പോൾ 2 പരാജയ ചിത്രങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു പരാജയ സിനിമയുടെ സ്പിൻ ഓഫ് ഒരു കഥാപാത്രത്തിൻ്റെ മാർക്കോ എന്ന സിനിമ വരുന്നത്. ഒരുപാട് വിമർശനങ്ങളും ആർക്കും തന്നെ വലിയ പ്രതീക്ഷകളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. ആ സിനിമയാണെന്ന് മലയാള ഇൻഡസ്ട്രിയുടെ അഭിമാനമായിട്ട് മാറി നിൽക്കുന്നത്. ഹനീഫിനെ പറയുന്നത് പോലെ നമുക്ക് ഏറ്റവും വലിയ കൈയടി കൊടുക്കേണ്ട എൻ്റെ പ്രൊഡ്യൂസറിനാണ് ഷെരീഫ് മുഹമ്മദ്. അപ്പോൾ അഖിൽ പറഞ്ഞ പോലെ ഈ ഡയറക്ടർ ഹനീഫ് നമുക്ക് ഇഷ്ടമുള്ള ഡയറക്ടറാണ്. 2 വലിയ പരാജയങ്ങൾ ചെയ്തിട്ടും ഒരു സിനിമയുടെ വില്ലൻ ക്യാരക്ടറിൻ്റെ കേന്ദ്ര കഥാപാത്രമാക്കിയിട്ടൊരു സിനിമ ചെയ്യുമ്പോൾ അത് ഇത്രയും വലിയൊരു ഫണ്ട് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അയാൾ കാണിച്ചൊരു മനസ്സുണ്ടല്ലോ, അതാണ് തീർച്ചയായിട്ടും ജനങ്ങൾ കൈയടിക്കേണ്ടത്. അയാൾ ഇത്രയും പൂർണ്ണമായിട്ടും വിശ്വസിച്ച് ചെയ്യണമെങ്കിൽ അയാളുടെ ഉള്ളിൽ നല്ലൊരു കലാകാരനായിരിക്കണം. തീർച്ചയായിട്ടും 100% കൈയടി അറിയിക്കുന്നത് ഷെരീഫ് മുഹമ്മദ് എന്ന പ്രൊഡ്യൂസറിന് തന്നെയാണ്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രൊഡക്ഷൻ ചെയ്യുന്ന സിനിമയാണ്. അതും 30 കോടി ബഡ്ജറ്റിൽ ഇത്ര ഒരു റിസ്ക്, ഇത്രയും വയലൻസ് ഉള്ള ഒരു സിനിമ ആളുകൾ അക്സെപ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളൊരു ഡൗട്ടിലാണ് ഇത്രയും കോൺഫിഡൻറ്റോട് കൂടി മ്യൂസിക്കിന് കൊടുത്ത ഇമ്പോർട്ടൻസ് പലരും ഇതിൽ KGF കയറുമ്പം മ്യൂസിക് കറക്റ്റ് ആ KGF-ഉം അതുപോലുള്ള മൂവീസ് ചെയ്ത ഒരാളെ മ്യൂസിക് ഡയറക്ടർ ഇതിലോട്ട് കൊണ്ടുവന്നതും വലിയൊരു കൈയടി അറിയിക്കുന്ന കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും. അതെ അതെ. മലയാള സിനിമയുടെ മുഖമായി ഇന്ത്യയിൽ മൊത്തം ഇന്ന് മാർക്കോയും ഉണ്ണിമുകുന്ദനും മാറിക്കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഇനിയും ഒരുപാട് വിജയങ്ങൾ ഉണ്ടാവട്ടെ. എന്നും മലയാള സിനിമയ്ക്ക് അഭിമാനിക്കാവുന്ന കഥാപാത്രങ്ങളും സിനിമകളും അദ്ദേഹത്തിൻ്റെ പ്രൊഡക്ഷനിലൂടെയും അദ്ദേഹത്തിൻ്റെ അഭിനയത്തിലൂടെയും ഇൻഡസ്ട്രിയിൽ ഉണ്ടാവട്ടെ. ഒരു പുതിയ താരോദയം എന്ന് ഞാൻ പറയുന്നില്ല. ജ്വലിച്ചുകൊണ്ടിരുന്ന സൂര്യൻ കാർമേഘങ്ങളുടെ മറവ് മാറ്റി പുറത്തേക്ക് വന്നിരിക്കുന്നു. വിനീത് എഴുതിയ ഡയലോഗ് പോലെ ഞാൻ ഒറ്റയ്ക്ക് വന്നവനാടാ എന്ന ഡയലോഗ് തീർച്ചയായിട്ടും അർഹതപ്പെട്ടിരിക്കുന്ന നടനാണ് ഉണ്ണിമുകുന്ദൻ. അപ്പോൾ അതുപോലെ ഈ ഒറ്റയ്ക്ക് വന്നതുപോലെ ഇനിയുള്ള മുന്നോട്ടുള്ള കാലം അദ്ദേഹം ഒറ്റയ്ക്ക് തന്നെ പോകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു.